ഇന്ന് ഞാനൊരു വേറെ ലെവൽ അടിപൊളി ബസ്സാണ് കേട്ടോ ഇറക്കിയിരിക്കുന്നത്. വണ്ടി എന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ഗൈസ് വേറെ ലെവൽ വണ്ടിയാണ്. മൊത്തത്തിലങ്ങ് ലൈറ്റിലങ്ങ് നിൽക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുമ്പം തന്നെ മനസ്സിലാവും നമ്മുടെ വണ്ണസ് ആണ്. അപ്പോൾ വണ്ണസിൻ്റെ ഒരു കളർ കോടി വരുന്നൊരു വണ്ടിയാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതല്ല ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡി ഉണ്ടല്ലോ, അതാണ് ഗൈസ്. ഫുൾ ഓഫ് ലൈറ്റ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ മൊത്തത്തിൽ. ഇപ്പം ഞാൻ എല്ലാ ലൈറ്റും വണ്ടിയിൽ ഇട്ടിട്ടില്ല, ഇനിയും കുറേ ലൈറ്റുകൾ ഗൈസ് നമുക്ക് ഇടാനായിട്ടുണ്ട്. അത് ഞാൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആയിരിക്കും നിങ്ങളെ കാണിച്ചു തരുന്നത്. പിന്നെ ഇൻറ്റീരിയർ ഒക്കെ നോക്കുവാണെങ്കിൽ വലിയ രീതിയിൽ ലൈറ്റൊന്നും ഇല്ല, ലൈറ്റുകൾ മൊത്തം വണ്ടിയുടെ പുറത്താണ് കേട്ടോ. അതുപോലെ തന്നെ ക്യാബിനിൽ നിന്നുള്ള ഒരു വ്യൂ വേറെ ലെവലാണ് ഗൈസ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ബസ് സെഡോൺ ബോഡിയാണ് വരുന്നത്. ഈ ഒരു സെഡോൺ ബോഡിയുടെ ഒരു ഓർഹ എന്ന് പറയുകയാണെങ്കിലുണ്ടല്ലോ, അത് വേറെ ലെവലൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇപ്പം ഗൈസ് ആരും അങ്ങനെ സെഡോൺ ഒന്നും അങ്ങനെ എടുക്കുന്നില്ല, എല്ലാവരും സെഡാസ്ട്രയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. സെഡോൺ ആണ് കേട്ടോ രസം കാണാനായിട്ട്. നിങ്ങൾക്ക് സെഡോൺ ഇഷ്ടമാണോ? ഇതാണ് ബസ്സിൻ്റെ ക്യാബിൻ ലുക്ക്. എൻ്റെ മോനെ കേസ് ഏതാ ലെവൽ, ഫുൾ ഓഫ് ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ വേറെ ലെവൽ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെതിയ കേസ് വണ്ടിയും കൊണ്ട് അങ്ങ് ഇറങ്ങിയേക്കാം. അതിനു മുമ്പ് ഞാൻ എല്ലാ ലൈറ്റുകളും നിങ്ങളെ ഒന്ന് ഇട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ തന്നെ ഇടാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് വണ്ടി ജസ്റ്റ് ആ ഒരു ഇരുട്ടത്തേക്ക് അങ്ങ് കൊണ്ടു നിർത്താം, എന്നാലേ കേസ് ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഏകദേശം ഇരുട്ടത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ തന്നെ ഇടാനായിട്ട് പോകുവാണ്. ഓക്കെ ഗൈസ്, ദണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയിലെ എല്ലാ ലൈറ്റും കൂടെ ഇടുമ്പോൾ ഉള്ള ഒരു ലുക്ക്. എൻ്റെ മോനെ, വണ്ടി മൊത്തത്തിൽ അങ്ങ് മിന്നി 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 അങ്ങ് മറയാണ് ഗൈസ്. അപ്പം എന്ത് ഭംഗിയാണെന്ന് നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരാണ് നോക്കാതിരിക്കുന്നത്? അപ്പം സമയം കളയേണ്ട ഗൈസ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വണ്ടിയും കൊണ്ട് അങ്ങ് ഇറങ്ങിയേക്കാം. അപ്പോൾ ഇൻറ്റീരിയറിൽ വലുതായിട്ടൊന്നുമില്ല, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. മൊത്തം ചെയ്തിരിക്കുന്നത് എക്സ്റ്റീരിയർ ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ലുക്ക് നമ്മുടെ വണ്ടിക്ക് കിട്ടുമ്പം തന്നെ ഗൈസ് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് വേറെ ലെവൽ കോൺഫിഡൻസ് ആണ്. ഓക്കെ, നമുക്കപ്പം പെതിയെ അങ്ങ് വെളിയിലേക്ക് വണ്ടി ഇറക്കിയേക്കാം. പ്രത്യേകിച്ചൊന്നും ഗൈസ് നമ്മൾ ഓട്ടമോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് പോവല്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വണ്ടി ഓടിക്കണം, അത്രേ ഉള്ളൂ. ചില്ലിങ് വൈബ്, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ വണ്ടിക്കകത്ത് പാട്ടൊക്കെ ഗൈസ് നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല, കാരണം നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമല്ലോ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ടിട്ട് കഴിയുവാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. ഓക്കെ, അപ്പം ഞാനിപ്പം നേരെ കേസ് ഒരു ഹൈവേ കൂടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഹൈവേ ഒന്നും അല്ല, ഒരു നോർമൽ ഹൈവേ ആണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എനിക്ക് കൂടുതലും ഇതുപോലത്തെ റൂട്ടുകൾ ഓടിക്കാനായിട്ടല്ല ഇഷ്ടം. എനിക്ക് എന്താ പറയുക, ഈ ഒരു വില്ലേജ് പോലത്തെ ഏരിയ ഒക്കെ ഓടിക്കാനായിട്ടാണ് ഇഷ്ടം. നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ ഏതെങ്കിലും വില്ലേജോ ഹൈവേ അല്ലല്ലോ, ഹൈ റേഞ്ചോ അങ്ങനെ വല്ലതും വരുമെന്നാണ് ഗൈസ് എൻ്റെ ഒരു പ്രതീക്ഷ. അതായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്നേനെ. ഞാൻ കുറച്ച് നേരം കൂടെ വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പം വേറെ ഏതൊരു റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയിലെ ആ ഒരു ക്യാബിനിലെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ലുക്ക്. ഇത് വലിയ രസമില്ലല്ലോ, പക്ഷെ നമ്മൾ ആ ഒരു ക്യാബിനിലെ ലൈറ്റൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഫീലല്ലേ. അത് ഞാനിപ്പം ബ്രൈറ്റ് ഇടുവാണെങ്കിൽ എനിക്ക് ആ ഒരു അകത്തെ ലൈറ്റ് ഓൺ ആകത്തുള്ളൂ, ഡിം അടിക്കുവാണെങ്കിൽ അകത്തെ ലൈറ്റ് അങ്ങ് ഓഫായി പോകും കേട്ടോ. വെളിയിൽ നോക്കുവാണെങ്കിലും ആ ക്യാബിൻ കാണുമ്പോൾ ഒരു അടിപൊളി ലുക്കാണ് അല്ലേ. അപ്പം ഈ ഒരു ലൈറ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിൻലി രാത്രിയിൽ ഈ ഒരു വണ്ടിയും കൊണ്ട് ഇറങ്ങിയത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ അങ്ങ് പോയേക്കാം ഗൈസ്. ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടോ, ഏരിയ കാണാനായിട്ട് വേറെ ലെവലാണ് കേട്ടോ. രാത്രി ആയതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് കാണാനായിട്ട് പറ്റുന്നില്ല. ചുറ്റിനും നോക്കുമ്പം ഗൈസ് മഞ്ഞൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പെതി അങ്ങ് വിട്ടേക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു വ്യൂ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഓടിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഞാൻ ഡ്രൈവിങ്ങിൽ ഫോക്കസ് ചെയ്യാം ഗൈസ്. ഇത്ര നേരം ഞാൻ വണ്ടിയുടെ ലുക്കിനെയാണ് ഫോക്കസ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പം നേരെ ഒരു വഴിയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ടൈം കളയേണ്ട, നമുക്ക് നേരെ അങ്ങ് അടിച്ചു വിട്ടേക്കാം. നല്ല സ്ട്രെയിറ്റ് റോഡാണ്. വേറെ ഏതൊരു വണ്ടി കേസ് നമ്മളെ ഓവർടേക്ക് ചെയ്യാനായിട്ട് കണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൻ്റെ എന്നെ ഓവർടേക്ക് ചെയ്യാനായിട്ട് നീ എത്രയും വളർന്നോടാ, നിന്നെ ഞാൻ കയറിപ്പോന്ന് കേസ് അവൻ. ചേടാ ഇതെന്താണ്? അവിടെ ഇടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അല്ല കേസ് രണ്ട് വട്ടം കൊണ്ടുവെക്കുന്നു. ഇവനെന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനിവനെ ഒന്നും ചെയ്തില്ലായിരുന്നല്ലോ, ഇവനെന്നെ എന്നെ അടിക്കാൻ വല്ലതും വരാനുള്ള ഉദ്ദേശമാണോ? ഓക്കെ ഗൈസ്, എനിക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി ഗൈസ്. നമ്മൾ ഓടിക്കുന്ന ഏത് വണ്ടിയാണ്, നമ്മൾ വണ്ണസാണ് ഗൈസ് ഓടിക്കുന്നത്. അപ്പോൾ വണ്ണസ് കണ്ട് ഓടി വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നും പറഞ്ഞ് വട്ടമൊക്കെ വെക്കാവോ? പക്ഷെ അവൻ വണ്ടി വട്ടം കൊണ്ട് വെച്ചിട്ട് വണ്ടിക്കകത്തൊന്നും ഇറങ്ങുന്നില്ല. എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ മൊത്തത്തിൽ വണ്ടിയെല്ലാം കൂടെ വന്ന് ബ്ലോക്കായി കിടക്കുവാണ്. ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്തായാലും ചെന്നൊന്ന് ചോദിച്ച് നോക്കാം. ഇത് മൊത്തത്തിൽ കൂളിംഗ് അടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അകത്താരാണ് ഇരിക്കുന്നതെന്ന് പോലും കാണാനായിട്ട് പറ്റുന്നില്ല. ചെറുക്ക ഇറങ്ങിപ്പോടാ. ചേടാ, ഇതിപ്പോൾ രാത്രി ഇവൻ മോടയാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ?
എന്താണ് സംഭവം എന്ന് ഗൈസ് മനസ്സിലാകുന്നില്ല. ഇത് ബാക്കിലേക്ക് നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോഴും അവിടെ വണ്ടികളെല്ലാം വന്ന് കിടപ്പുണ്ട്. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ബസ്സിൻ്റെ ലുക്കൊന്ന് ജസ്റ്റ് നോക്കിപ്പോയി കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഇവരും ഇവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. ജസ്റ്റ് ഒരു വണ്ടിയാണ് കേട്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ കുടുക്കി കിടത്തിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ശരിയാകത്തില്ല. നമുക്ക് ഫ്രണ്ടിലോട്ട് പോയേ പറ്റത്തുള്ളൂ. അവനെന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ എന്തായാലും വണ്ടിയുടെ സൈഡിൽ കൂടെ എങ്ങാനും എടുത്തുകൊണ്ട് പോകാനായിട്ട് നോക്കട്ടെ. സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പോകാനായിട്ട് സ്ഥലം പോലും ഇല്ല. എന്തായാലും ഇടിച്ച് മാറ്റി തന്നെ നമുക്കങ്ങ് കൊണ്ടുപോയേക്കാം കേട്ടോ. അല്ല പിന്നെ വഴിയുടെ നടുക്കുമുണ്ട് വണ്ടി ഇട്ടേക്കും. നമ്മുടെ വണ്ടി നൈസായിട്ട് കുടുങ്ങിപ്പോയോ? ഇല്ല, കുടുങ്ങിയൊന്നും പോകത്തില്ല. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഏതാണ്? വണ്ണസാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും കയറി വന്നിട്ടുണ്ട്. ബാക്കിലുള്ളവരും കൂടെ ഇങ്ങനെ കയറി വന്നാൽ അടിപൊളിയായിരുന്നു. ഇനി അവന് വല്ലതും പറ്റിയായിരിക്കുമോ അങ്ങനെ വന്ന് ഇടിച്ച്? ഞാൻ എന്തിനാ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്ന കേസ്. നമുക്ക് നേരെ അങ്ങ് പോയേക്കാം. താഴേക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡ് താഴേക്ക് നോക്കുമ്പോൾ ഏതൊരു അമ്പലമൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ടുള്ള വഴി ഞാൻ കാണുന്നില്ല. എന്തായാലും കേസ് നമുക്ക് നേരെ അങ്ങ് പോയേക്കാം. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഇടവഴിയൊക്കെ കാണുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങോട്ട് കയറ്റുന്നതായിരിക്കും. അതായത് ആ കാര്യം പറഞ്ഞു തീർന്നില്ല കേട്ടോ. അതിനു മുമ്പ് തന്നെ നമുക്കൊരു ഇടവഴി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ്. നമുക്ക് അതുവഴി എന്തായാലും വണ്ടി കയറ്റി അങ്ങ് കൊണ്ടുപോയേക്കാവേ. രാത്രിയിൽ ഇതുപോലത്തെ ഇടവഴിയൊക്കെ കൊണ്ടുപോകുന്നത് കുറച്ച് റിസ്ക് ആണെന്ന് എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല കേസ്, നമുക്ക് റിസ്ക് എടുത്ത് ശീലമുണ്ടല്ലോ. ഞാൻ എന്താ ലൈറ്റ് നൈസായിട്ടൊന്ന് ഓഫ് ചെയ്തായിരുന്നു. ലൈറ്റ് ഇട്ടാലേ കേസ് ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ. ഈ ഒരു ഇടവഴി ആകുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പം മൊത്തം ഇരുട്ടാണ്. അപ്പം ലൈറ്റ് ഇട്ടാൽ വേറെ ലെവലായിരിക്കും. എന്തായാലും നമ്മൾ ഇങ്ങനെ വളഞ്ഞു വരുന്നതിന് പകരം ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കയറി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു ഇടവഴിയായിരുന്നു. പക്ഷേ വലിയ ഇടവഴിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വൈബായിരുന്നേനെ. എന്തായാലും നമുക്ക് ഇവിടെ നിന്നും ഗൈസ് നേരെ അങ്ങ് പോയേക്കാം. വണ്ടിക്കകത്ത് പോകുന്ന വഴിക്ക് എണ്ണ അടിക്കണം. എണ്ണ കുറച്ച് കിടപ്പുണ്ട്. എന്നാലും കേസ് നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ എണ്ണ അടിച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഈ വണ്ടി ഞാൻ ഓടിച്ചിട്ട് കണ്ടൊരു പ്രശ്നമെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് കേസ് ഭയങ്കര പവർ കുറവാണ്. ഒട്ടും സ്പീഡ് അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ. വലിയ കയറ്റമൊക്കെ വരുവാണെങ്കിൽ വണ്ടി അങ്ങ് നിന്ന് പോകുന്നൊരു ഫീലാണ്. ഞാൻ ഇതിന് മുമ്പ് ഈ ഒരു ബസ്സും കൊണ്ട് വേറൊരു റൂട്ടൊന്ന് പോയായിരുന്നു. അതെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര കുത്തനെ കയറ്റമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. വണ്ടി ആ കുത്തനെ കയറ്റത്തിൽ ചെന്നങ്ങ് നിന്നു. അതുപോലത്തെ ചില പ്രശ്നങ്ങൾ ഈ ഒരു വണ്ടിയിൽ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പം സെഡ് ആസ്ത്ര ഞാൻ ഓടിച്ചപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കയറ്റമൊക്കെ ഭയങ്കര സിമ്പിളായിട്ടായിരുന്നു കയറിപ്പോയത്. ബസ് ഓടിച്ച് ഞാൻ വേണ്ട ഫൈനലി ആ ഒരു പെട്രോൾ പമ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ കയറി നേരെ അങ്ങ് പെട്രോൾ അടിച്ചേക്കാം. അപ്പോൾ വേറെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വണ്ടിക്കകത്ത് കേസ് നമുക്ക് നോക്കാം എത്ര അടിക്കണമെന്ന്. പൈസയുടെ ഇത് വെച്ച് തന്നെ നമുക്ക് അങ്ങ് അടിച്ചേക്കാം. ഓക്കെ, അപ്പം എവിടെ ഇത് വരുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് ഫുൾ ടാങ്ക് അങ്ങ് അടിച്ചാൽ 1800 രൂപ ആകത്തുള്ളൂ. അപ്പം ഗൈസ് ഞാൻ വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അങ്ങ് അടിച്ചിരിക്കുകയാണ്. അപ്പം കുഴപ്പമില്ലല്ലേ. നമുക്കിവിടെ റേറ്റ് കുറച്ച് കുറവായത് കൊണ്ടാണ് ഞാനിപ്പോൾ അടിക്കുന്നത്. അപ്പം അതെ 50 ലിറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ എത്ര ലിറ്റർ ആയിരുന്നു വരുന്നത്? 185 ലിറ്റർ എങ്ങാണ്ടല്ലേ? എത്ര ആയിരുന്നു? 145 ലിറ്ററാണെന്ന് തോന്നുന്നു. ഓക്കെ അല്ല 125 ലിറ്റർ, സോറി ഗൈസ്. ഓക്കെ, 125 ലിറ്ററാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ നോക്കുമ്പോൾ 200 ലിറ്റർ നമ്മുടെ വണ്ടിക്കകത്ത് കിടപ്പുണ്ട് ഗൈസ്. ഒരു മാസം നമുക്ക് സുഖമായിട്ട് ഓടാനുള്ള എണ്ണ നമ്മുടെ വണ്ടിക്കകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങാനും സൈഡാക്കി നിർത്തി വണ്ടിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുക. ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയപ്പം ഗൈസ് സൈഡിൽ ഏതോ ഒരു വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ണസ് ബസ് കണ്ട് നിർത്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഓരോരുത്തരും ഇതുപോലെ വണ്ടി കാണാനായിട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഈ ഒരു ക്രിസ്റ്റ ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അത് പെട്രോൾ അടിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ബാക്കിയുള്ളവരൊക്കെ അവിടെ ഒരു ലോറി വന്ന് നിർത്തിയിരിക്കുന്നു. ഇവരൊക്കെ ഈ ഒരു റോഡിൻ്റെ നടുക്കാണ് കേട്ടോ വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ബ്ലോക്ക് ആകത്തില്ലേ? എൻ്റെ പൊന്നു ഗൈസ്, കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തത്തിൽ വണ്ടിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സീനാവും. പിന്നെ നമുക്ക് അങ്ങോട്ടും പോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങ് വിട്ടേക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിനി ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങട്ടെ. നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ അടിപൊളി കിടക്കാച്ച വീഡിയോ കാണാം. സോ ബൈ ഗൈസ്.